ഹലോ. എൻ്റെ പേര് അനുജ. ആഹ് ഞാനിപ്പോൾ ഈ വീഡിയോ ഇടാൻ കാരണം എന്താണെന്ന് വെച്ചാൽ കുറേ പേർക്ക് കുറേ ഡൗട്ടുണ്ട് എന്നെ പറ്റിയിട്ട്. അപ്പോൾ അതൊന്ന് ക്ലാരിഫൈ ചെയ്യാമെന്ന് ഓർത്തിട്ടാണ്. എനിക്കിങ്ങനെ ക്ലാരിഫിക്കേഷൻ തരേണ്ട ആവശ്യമൊന്നുമില്ല. ബട്ട് എനിവേയ്സ് എനിക്ക് എന്താ പറയുക, എൻ്റെ ഫാമിലി കുറച്ച് വലുതായിട്ടുണ്ട്. ഒരു 22K അടുത്ത് ഫോളോവേഴ്സൊക്കെ ആയിട്ടുണ്ട്. സോ എനിക്ക് ജസ്റ്റ് ഒന്നതൊന്ന് ക്ലാരിഫൈ ചെയ്യാമെന്ന് ഓർത്തിട്ടാണ് ഞാൻ അപ്പം ഇപ്പോൾ ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത്. വീഡിയോയ്ക്ക് ഒരുപാട് പോരായ്മകളുണ്ടാവും. ബിക്കോസ് ഞാൻ ഫസ്റ്റ് ടൈമാണ് എനിക്കൊരു ഓൺ വോയിസ് ഞാനൊരു വീഡിയോ ആയിട്ട് ക്രിയേറ്റ് ചെയ്തിടുന്നത്. സോ അതിന് ഒരുപാട് പോരായ്മകളുണ്ടാവും, ക്ഷമിക്കുക. ഓക്കെ. ഫസ്റ്റ് ഓഫ് ഓൾ, എൻ്റെ പേര് അനുജ മോഹൻ എന്നാണ്. ഞാനുള്ളത് കോതമംഗലം എന്ന് പറഞ്ഞിട്ട് എറണാകുളം ഡിസ്ട്രിക്റ്റിൻ്റെ ഇങ്ങേ അറ്റത്ത് ഒരു സ്ഥലത്താണുള്ളത്. സോ എൻ്റെ ഹെയർ, അതാണ് ഏറ്റവും വലിയ ടോപ്പിക്ക്. എൻ്റെ ഹെയറിന് എന്ത് പറ്റി, എനിക്കെന്തെങ്കിലും അസുഖമുണ്ടോ, എന്താ പറയുക, അങ്ങനത്തെ കുറച്ച് കൺസേൺസ് ഒക്കെ എല്ലാവർക്കും ഉണ്ട്. അതുകൊണ്ട് ഞാനതൊന്ന് ചെറുതായിട്ട് പറയാമെന്ന് ഓർത്തു. ആക്ച്വലി എൻ്റെ ഹെയർ ഞാൻ ഹെഡ് ഷേവ് ചെയ്തതാണ്. ഞാനത് ഒരുപാട് പ്രാവശ്യം സ്റ്റോറി ആയിട്ടും അതല്ലാണ്ട് ഹൈലൈറ്റിലൊക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാനിത് ഹെയർ കട്ട് അല്ലെങ്കിൽ ഹെഡ് ഷേവ് ചെയ്യാനുണ്ടായ കാരണം എന്ന് വെച്ചാൽ ജസ്റ്റ് എന്താ പറയുക, ആസ് എ നോർമൽ ഹിന്ദു ഫാമിലി ഗേൾ ആയത് കാരണം നമുക്ക് കുറച്ച് ബിലീഫ്സ് ഒക്കെ ഉണ്ടാവുമല്ലോ. എന്ന് വെച്ചാൽ എനിക്ക് ഒരുപാട് ബിലീഫ് ഉണ്ട്. ഞാൻ അന്ധവിശ്വാസത്തിൻ്റെ അങ്ങേ അറ്റം അതൊന്നല്ല കേട്ടോ. ജസ്റ്റ് കുറച്ച് നാൾ മുന്നേ ഒരു കണ്ടകശിനി അങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് സിറ്റുവേഷൻ ഒക്കെ എന്നൊക്കെ പറയാം. കുറച്ച് ബാഡ് ടൈം ഉണ്ടായിരുന്നു. ആ ടൈമിൽ ഒരു ചെറിയ നേർച്ച ഉണ്ടായി, അങ്ങനെ ഹെഡ് ഷേവ് ചെയ്തതാണ്. ഇപ്പം ഇനിയിപ്പോൾ വളർത്തുമോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ വളർത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞാനായിട്ട് നീട്ടി വലിച്ച് ഉണ്ടാകാൻ പറ്റിയല്ലോ, കല്ല് കെട്ടി വലിക്കാൻ പറ്റിയല്ല, അത് തന്നെ വളർന്നു വരണം. അപ്പം എനിക്ക് വന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ഇനി അടുത്ത മുട്ടയടിക്കുന്ന എപ്പോഴാണ്, ഇനി മുട്ടയടിക്കുന്നുണ്ടോ, അതോ ഇനി മുടി വളർത്താനാണോ ഇഷ്ടം, അതോ ഇതുപോലെ മെയിൻറ്റെയിൻ ചെയ്യുകയാണോ, ലോങ് ഹെയർ ആണോ ഷോർട്ട് ഹെയർ ആണോ ഇഷ്ടം? ആക്ച്വലി എനിക്ക് ലോങ് ഹെയർ തന്നെയാണ് ഇഷ്ടം. ഷോർട്ട് ഹെയർ എനിക്ക് അത്ര വലിയ താല്പര്യമില്ല. എന്ന് വെച്ച് ഇതെനിക്ക് ഇഷ്ടമല്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇഷ്ടമൊക്കെയാണ്, നൈസാണ്, മെയിൻറ്റെയിൻ ചെയ്യാൻ അത്ര വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ചെറിയ ലെങ്ത് ഉള്ളത് കാരണം പെട്ടെന്ന് ഡ്രൈ ഒക്കെ ആവുന്നുണ്ട്. അത്ര വലിയ കുഴപ്പങ്ങളും കാര്യങ്ങളൊന്നുമില്ല. ബട്ട് എന്താ പറയുക, എനിക്ക് അങ്ങനെ മൊത്തത്തിൽ അങ്ങ് ഓക്കെ ആവുന്നില്ല. ബിക്കോസ് എനിക്ക് സാരിയെല്ലാം ഉടുക്കാൻ വലിയ ഇഷ്ടമാണ്. സോ എനിക്ക് അങ്ങനത്തെ ഔട്ട്ഫിറ്റ് എല്ലാം ഇടുമ്പോൾ കുറച്ച് ലോങ് ഹെയർ, അതല്ലെങ്കിൽ മുടിയെല്ലാം ഒന്ന് ജസ്റ്റ് ഒതുക്കി കെട്ടി, അതല്ലെങ്കിൽ ഒരു ബൺ ഹെയർ സ്റ്റൈല്. ഞാൻ എപ്പോഴും ബൺ ഹെയർ സ്റ്റൈലായിരുന്നു എപ്പോഴും യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഫോട്ടോസ് എന്താ പറയുക, ഞാൻ സ്വന്തമായിട്ട് സെൽഫി എടുക്കലാണ്. അങ്ങനെ സെൽഫീസ് എടുക്കുന്ന സമയത്ത് ഹെയർ ഓപ്പൺ ചെയ്തിടുക എന്നല്ലാതെ ഞാൻ ഈ പറഞ്ഞ പോലെ അല്ലാത്ത സമയത്തെല്ലാം എനിക്ക് കൊണ്ട കെട്ടി ഇവിടെ അങ്ങനെയാണ് എൻ്റെ തല ഇരിക്കാറ്. സോ എനിക്കതാണ് ഇഷ്ടം, അങ്ങനെ തന്നെ ഉണ്ടാവാനാണ് താല്പര്യം. അപ്പോൾ ഇനി മുട്ടയടിക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഒബ്വിയസ്ലി ഉണ്ടാവില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരാതിരിക്കട്ടെ, അത്ര മാത്രമേ പറയാനുള്ളൂ. അതല്ലാതെ എനിക്കിപ്പോൾ പ്ലാൻ ഒന്നുമില്ല അങ്ങനെ മുട്ടയടിക്കാനോ അല്ലെങ്കിൽ അങ്ങനത്തെ സംഭവത്തിനൊന്നും. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊരു ക്വസ്റ്റ്യൻ വരുന്നത് എന്താണെന്ന് വെച്ചാൽ, ടോംബോയ് ആണോ, ട്രാൻസ്ജെൻഡർ ആണോ, പിന്നെ എന്താ പറയുക, വേഷം കെട്ടിയിരിക്കുന്നതാണ്, അങ്ങനെ ഇങ്ങനെ മറ്റത് മറിച്ച്, അത് വേറെ കൈൻഡ് ഓഫ്, അത് ഞാൻ പറയുന്നില്ല. അപ്പം അങ്ങനത്തെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഞാൻ ലെസ്ബിയൻ ആണോ, അതാണ്. എനിക്ക് പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല, ഇതുവരെ എനിക്ക് പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല. നിങ്ങളായിട്ട് എനിക്ക് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാതിരുന്നാൽ മതി. ഞാൻ ഓക്കെയാണ്, ഞാൻ ഇങ്ങനെ തന്നെയാണ്, ഞാൻ സ്ട്രെയിറ്റ് ആണ്, ഞാൻ ഇങ്ങനെ തന്നെയാണ്. അപ്പോൾ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് കുറച്ച് അല്ലെങ്കിൽ കമൻസ് അങ്ങനെയൊക്കെ വരുന്ന സമയത്താണ് കുറച്ചൊന്ന് ഹാഷാവുക ഇൻ ദ സെൻസ് നല്ലപോലെ പറയുവേ, നല്ല രീതിക്ക് പറയും. എൻ്റെ വായ അങ്ങനെ അടങ്ങി ഇരിക്കുന്ന ഒരു കൂട്ടത്തിലല്ല. സോ റിപ്ലൈ പ്രതീക്ഷിച്ചുകൊണ്ട് മാത്രം എനിക്ക് അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് അയച്ചാൽ മതി. ബിക്കോസ് പറയും, അങ്ങേയറ്റം പറയും, അത് ശീലമായിപ്പോയി. പിന്നെ എനിക്ക് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് എന്താണെന്നറിയോ, ചില ആൾക്കാർ എന്നോട് ചോദിച്ചിട്ടുണ്ടായി, മുട്ടയടിച്ച വീഡിയോ ഉണ്ടോ, മുട്ടയടിച്ചപ്പോൾ എന്ത് ഫീൽ ചെയ്തു, എന്താ ആ കത്തി തലയിൽ വെച്ചപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയുണ്ടായി, എങ്ങനെടാ ഇങ്ങനെയെല്ലാം ചോദിക്കാൻ പറ്റുന്നത്, എനിക്കറിയില്ല. എന്താ പറയുക, ഇതെല്ലാം എന്നോട് ചോദിക്കുന്നത് കുറച്ച് എന്താ പറയുക, മല്ലൂസിനേക്കാളും കൂടുതൽ എനിക്ക് തോന്നുന്നു തമിഴ് ഫ്രണ്ട്സാണ് എനിക്ക് കൂടുതലുള്ളത്. അപ്പം അവർ 1-2 പേരാണെന്ന് തോന്നുന്നു എനിക്ക് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് എല്ലാം ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ബ്ലേഡ് വെക്കുമ്പോൾ എനിക്ക് എന്ത് ഫീൽ ചെയ്തു എന്നൊക്കെ
എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കൊന്നും ഫീൽ ചെയ്തില്ല. ഞാൻ അതിനെല്ലാം എങ്ങനെ മറുപടി പറയാ? എന്തെന്നാ പറയണ്ടേ ഞാനിതൊക്കെ? അതൊക്കെ ലൈക്ക് എന്താ പറയാ, ആ സമയത്തൊന്നും എനിക്ക് അങ്ങനത്തെ യാതൊന്നുമില്ല. ഐ ആം പ്രിപ്പയർഡ്. എനിക്കറിയായിരുന്നു എനിക്ക് മുടി കൊടുക്കാനാണ് ഞാൻ പോയിട്ടുള്ളത്. അപ്പം അത് ചെന്ന് ഇരിക്കുക, ആള് വന്നു, 2 സൈഡിൽ പിന്നി കെട്ടി ആള് തുടങ്ങി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഐ വാസ് ഓക്കെ. ഒരു എന്താ പറയുക, അത് ബ്ലേഡ് ഇങ്ങനെ തലയിൽ കൂടെ വരസുമ്പോൾ എന്തായിരിക്കും ഫീൽ എന്നുള്ളത് എന്നെക്കാളും നന്നായിട്ട് ബോയ്സ് ആയിട്ടുള്ള നിങ്ങൾക്കായിരിക്കും അറിയാം. എന്നോട് ചോദിച്ച മീൻസ് ഒബിയസ്ലി അത് പറയാണ്ടിരിക്കാൻ പറ്റത്തില്ല. മെജോറിറ്റിയും ബോയ്സ് ആണ് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. എനിക്ക് ഫ്രണ്ട്സും ബോയ്സ് ആണ് കൂടുതലുള്ളതെന്ന് തോന്നുന്നു. അതുകൊണ്ട് അവർക്കായിരുന്നു ഇത്രയും മാത്രം കൺസേൺസ് ഒക്കെ. അപ്പോൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ എല്ലാവരും ചോദിച്ചിട്ടുണ്ടായിരുന്നു. സോ എനിക്കിത്രേ പറയാനുള്ളൂ. ഇതിനകത്ത് എന്താ പറയുക, ഒരുപാട് എനിക്ക് പറയണമെന്ന് തോന്നിയിട്ടില്ല. പക്ഷേ ഇപ്പം ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വന്നതുകൊണ്ടാണ് ഒരുപാടായി കമൻസ്, ഒരുപാടായി ക്വസ്റ്റ്യൻസ്. അതുകൊണ്ടിട്ടാണ് ഇപ്പം ഞാനിത് മലയാളത്തിൽ പറഞ്ഞ കാരണം കുറേ ആൾക്കാർക്കൊന്നും മനസ്സിലായിട്ടുണ്ടാവില്ല. ചിലപ്പോൾ അവർ പിന്നെയും ഇതെന്താ പറഞ്ഞതെന്ന് ചോദിച്ചിട്ട് വരികയായിരിക്കും. വോട്ടെവർ, എന്തായാലും ഇതൊന്ന് പറയണം, ക്ലാരിഫൈ ചെയ്യണം എന്നോർത്തു. അതുകൊണ്ടിട്ടാണ് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞത്.